ഇന്ന് ജനാധിപത്യവും ഫാസിസവും ഇറച്ചിക്കോഴികളും എന്ന കവിതാ സമാഹാരത്തെ പരിചയപ്പെടുത്തുന്നതിനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. ഒരുപക്ഷെ ഒരേ കാലയളവിൽ കോളേജ് ജീവിതം നടത്തിയിരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും മനോഹരമായി തന്നെ അന്നും കൃത്യമായി രാഷ്ട്രീയം സംസാരിക്കുന്ന, കൃത്യമായ വായനയുള്ള ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പ്രതീക്ഷ വളരെ മനോഹരമായി തന്നെ പുസ്തകത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ പുസ്തകത്തിൽ 41 കവിതകളാണ് ജോർജിയുടേതായി പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴിഞ്ഞ യുവധാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ കൊങ്കണി സാഹിത്യത്തിലെ പ്രശസ്തനായ എഴുത്തുകാരൻ ദാമോദർ മോസോയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം നമ്മളോട് പറയുന്നത് ഇങ്ങനെയാണ്: രാജ്യം വേദനകളിലേക്ക് തിരിയുന്ന കാലത്ത് മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ഓരോ എഴുത്തുകാരനും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഉദ്ഘാടന പ്രസംഗം ആരംഭിക്കുന്നത്. ആ ഒരൊറ്റ വാദത്തിൽ നിന്ന് തന്നെ നമുക്ക് ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായ കൊങ്കണി സാഹിത്യകാരൻ സംസാരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്ന്, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാലം എങ്ങനെയൊക്കെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായ ഒരു അവബോധം ലഭിക്കുന്നുണ്ട്. ഇവിടെയും ഈ ഒരു പുസ്തകം കയ്യിലെടുക്കുമ്പോഴും നമുക്ക് മുമ്പിൽ എത്തുന്നത് ജനാധിപത്യം എന്ന വാക്കാണ്. ഒപ്പം ഫാസിസവും ഒരുമിച്ച് വരുമ്പോൾ അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇറച്ചിക്കോഴികളും എന്ന് പറയുമ്പോൾ നേർച്ചക്കോഴികളായി, അധികം ആയുസില്ലാത്ത ഇറച്ചിക്കോഴികളായി എപ്പോൾ വേണമെങ്കിലും വറചട്ടിയിലേക്കോ എരുതിയിലേക്കോ വീഴാവുന്ന തരത്തിൽ ജീവിതം ഒഴിഞ്ഞു വയ്ക്കപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പുസ്തകം വ്യത്യസ്തമായ ഒരു ഗെറ്റപ്പുമായി നമുക്ക് മുമ്പിലെത്തുന്നത്. ഈ വൈരുദ്ധ്യാത്മകമായ സ്വത്വബോധത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു എന്ന് നിഷാ നാരായണൻ അവതാരികയിൽ നമ്മളോട് പറയുന്നുണ്ട്. കാലത്തോട് കലഹിച്ചുകൊണ്ട് അസ്വസ്ഥമായ മനസ്സുമായി ജീവിക്കുന്നവന് മാത്രമേ കവിതയിലൂടെ എന്താണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പൂർണ്ണമായും മറ്റുള്ളവർക്ക് മുമ്പിലേക്ക് സംവേദിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൂടി നമുക്കറിയാം. കാരണം നമ്മൾ ഓരോരുത്തരും എഴുതുകയോ വായിക്കുകയോ ചെയ്തുകൊണ്ട്, എഴുത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ നിൽക്കുന്നവരായതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീരാൻകുട്ടി മാഷ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല വരികളും ഉണ്ടെങ്കിലും അദ്ദേഹം പറയുമ്പോൾ അപ്പം എന്നതിനെ ഒരു കാവ്യബിംബമാക്കി എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, നമ്മളെല്ലാവരും കഴിക്കുന്ന അപ്പം വിശക്കാത്തവന്റെ മുമ്പിൽ അപ്പത്തിനെ കാവ്യബിംബമാകാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. അത് ചിലപ്പോൾ ആലവട്ടം വിശും, പ്രഭ ചൊരിയും, പക്ഷെ വിശക്കുന്നവൻ അത് തിന്നാനേ കഴിയുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ കവിതയുമായി മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങി വരുന്ന തരത്തിൽ ജനാധിപത്യ ബോധത്തോടെ കവിതകൾ എഴുതുന്ന, യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന കവികളെ വളരെ വിരളമായി നമുക്ക് കാണാനാവുകയുള്ളൂ. അതിന് ഒരു പ്രതികരണ ശേഷിയും ഒക്കെ ഉള്ളവർക്ക് മാത്രമേ അത്തരത്തിൽ എഴുതാൻ സാധിക്കൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് PN ഗോപികൃഷ്ണൻ ഏതാണ്ട് അതേ അർത്ഥം എന്ന രീതിയിൽ നമ്മളോട് പറയുന്നത്, അയ്യോ എന്ന വാക്കുകൊണ്ട് അപ്പം ചുടാനാകില്ല, സാധിക്കില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അപ്പം കരിയുന്നു എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനാകും എന്ന് അയ്യോ എന്ന വാക്കിന് സാധിക്കുമെന്ന് നമ്മളോട് ഒരു എഴുത്തുകാരൻ വിളിച്ചു പറയുമ്പോൾ ക്രാന്തദർശിയായ ഒരു എഴുത്തുകാരനെയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത്തരത്തിൽ ജീവിതത്തെ ഏറ്റവും അടുത്ത് നിന്ന് കാണുന്ന ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള എഴുത്തുകളിലൂടെ ലോകത്തോട് പലതും വിളിച്ചു പറയാനുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടത്. അതുകൊണ്ടാണ് ധ്രുപദ് ഗൗതമൊക്കെ ഇതുപോലെ ജനാധിപത്യവും ഫാസിസവും ഇറച്ചിക്കോഴികളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നത്, ധ്രുപദ് ഗൗതമിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സ്കൂൾ കലോത്സവത്തിൽ, സംസ്ഥാന കലോത്സവത്തിൽ കവിതകളുമായി, വ്യത്യസ്തമായ രീതിയിൽ കവിതകളുമായി നമുക്ക് മുമ്പിൽ എത്തിയ ഒരു 8ാം ക്ലാസ്സുകാരനാണ്. അവൻ എഴുതിയിട്ടുണ്ട്, ജനാധിപത്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മെ ശരിയാക്കാൻ നമ്മൾ തന്നെ ആളെ ഏർപ്പാടാക്കുന്ന ഒരു തരം ഏർപ്പാടാണ് ജനാധിപത്യം എന്ന് ധ്രുപദ് ഗൗതം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അത് എഴുതിയത്. അപ്പൊ അത്തരത്തിൽ ജീവിതം എന്ത് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ചങ്കുറപ്പുള്ളവരെ നമുക്ക് ചുറ്റിലും കാണാനാകുന്നത് ഒരുപക്ഷെ ജോംജി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ 1-2 വേദികളിൽ കണ്ടിട്ടുള്ളൂ. ഇന്നും കണ്ടു.
ഈ പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. പക്ഷെ നമ്മളെ ഒന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അത്രത്തോളം ആള് ഇങ്ങനെ സംസാരിക്കും മറ്റുള്ളവരോട് എന്നുള്ള ഒരു ഇതുള്ള ഒരാളായിരിക്കാം. ഓരോരുത്തരും ഓരോ രീതിയാണ്. കവിയേക്കാൾ ഉപരി കവിതയാണ് അടയാളപ്പെടുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇവിടെ ഈ കവിതയിലൂടെ അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്ന നിരവധിയായ കാര്യങ്ങളുണ്ട്. അത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇത് കാലത്തോട് കലഹിക്കുന്നു എന്ന് പറയുന്നു, വ്യക്തമായ ചിന്താശേഷി പ്രസരിപ്പിക്കുന്ന വരികൾ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഈ വിഷയ വൈവിധ്യത്തോടൊപ്പം ഈ വ്യക്തമായി തന്നെ കാര്യങ്ങളെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. മുറിയുന്ന വാക്കുകൾ എന്ന വരികളുമായിട്ടാണ് ആദ്യത്തെ കവിത വരുന്നത്. അതിൽ കൃത്യമായി ഫാസിസം എങ്ങനെയൊക്കെയാണ്, നവഫാസിസം എന്ന് എടുത്തു പറയേണ്ടി വരും, എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. എഴുത്തോ നിന്റെ കഴുത്തോ എന്ന് ഓരോ എഴുത്തുകാരനും തന്റെ ജീവിത കാലയളവിൽ നേരിടുന്ന ചോദ്യത്തിനു മുമ്പിൽ വാക്കോ അതോ തോക്കോ എന്ന് ചോദിക്കുന്ന കാലത്ത് അദ്ദേഹം കൃത്യമായി തന്നെ നമുക്ക് മുമ്പിൽ സാമൂഹിക രാഷ്ട്രീയ പരിസരങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട്. ഇവിടെ ചരിത്രം വാക്കുകളെ മുറിക്കാതെ വളച്ചൊടിക്കുന്നു എന്ന് പറയുന്നു. ചരിത്രം വാക്കുകളെ മുറിക്കാതെ വളച്ചൊടിക്കുന്നു എന്ന് പറയുമ്പോൾ വരികൾക്കിടയിൽ വായിച്ചുകൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എങ്ങനെയൊക്കെയാണ് ഫാസിസം പണിയെടുക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെയാണ് മുമ്പ് കവി എഴുതിയത് ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു, ജീവിതങ്ങൾ തുടരൂരിയെറിഞ്ഞു എന്ന് ഉറക്കെ പാടാൻ ഓരോ കവിയും ശബ്ദമുയർത്തുന്നത് ഇത്തരത്തിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ആ തിരിച്ചറിവ് കവിതയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മാനവികതയും സ്നേഹവും ഒക്കെയായി നമുക്ക് മുമ്പിൽ നിരവധി കവിതകൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പ്രണയ ചതിവ് എന്ന് പറയുന്ന കവിതയിൽ നമുക്ക് ഈ പെസഹ എന്ന കവിതയുമായി ചേർത്ത് വെച്ച് തന്നെ വായിക്കാം. അതായത് ഇവിടെ ഒറ്റുകാരനാണ് എന്നറിഞ്ഞിട്ടും, ഒറ്റി കൊടുത്തു എന്നെ എന്നറിഞ്ഞിട്ടും, ചതിവ് പറ്റി എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവിടെ കാണിക്കുന്ന പരസ്പര ബഹുമാനത്തെ, പ്രണയ ചതിവ് എന്ന കവിതയിൽ കാണിക്കുന്ന ആ പരസ്പര ബഹുമാനത്തെ നമുക്ക് പെസഹയോട് ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ മാനവികമായ മൂല്യങ്ങളുടെ അല്ലെങ്കിൽ മാനുഷിക പരിഗണനയുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് പ്രണയ ചതിവ് പറ്റുമ്പോൾ നമ്മളെല്ലാവരും കാണുന്നത് എന്താണ്? ആസിഡ് ഒഴിക്കുകയും കുത്തിക്കൊല്ലുകയും ചെയ്യുന്ന ഈ ന്യൂ ജനറേഷന്റെ കാലത്ത് പ്രണയ ചതിവ് പറ്റിയെങ്കിലും അദ്ദേഹം വളരെ മനോഹരമായി തന്നെ നമ്മളോട് പറയുന്നത്, കാണുന്നവരിൽ ആരെങ്കിലും എല്ലാവരിലും സഖി താങ്കളെ കാണുന്നു ഞാൻ എന്ന് പറയുന്നു. താങ്കളെ കാണുന്നു എന്ന് പറയുമ്പോൾ നീ എന്നോ ആ ഒരു സ്നേഹത്തെ ഏറ്റവും മനോഹരമായി തന്നെ താങ്കൾ എന്ന അഭിസംബോധനയിലൂടെ ആ പരസ്പര ബഹുമാനത്തിന് ഏറ്റവും മനോഹരമായ ഒരു സംജ്ഞ നമ്മളിലേക്ക് തരുന്നത് ഏറെ സന്തോഷമുണ്ട്. അതുപോലെ മഴ എന്ന കവിതയിൽ ഇവിടെ പറഞ്ഞതുപോലെ മഴ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ചിതറി വീഴുന്ന മഴത്തുള്ളികൾ ചെളിയുടെ ദുരന്തം പേറുന്നു, ഒഴുക്കിന്റെ തീവ്രതയിൽ ഒരു കിനാവ് പിടയുന്നു, നിലവിളിയുടെ ആകാശങ്ങൾ കറുപ്പിനാൽ മൂടുന്നു, നെഞ്ചകത്തൊരു മിന്നൽ ഇടിനാഥമായി പുറത്തേക്ക് ഒഴുകുന്നു എന്ന് പറയുമ്പോൾ അവിടെ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞ രണ്ട് വാക്കുകൾ നമുക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഉപജീവനത്തിന്റെ കലയേക്കാൾ ഇനി നമ്മൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് അതിജീവനത്തിന്റെ കലയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അതിജീവനത്തിന്റെ കല എന്നത് അവിടെയാണ് പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മളോട് ചേർന്ന് നിന്നുകൊണ്ട് എങ്ങനെ ഈ നാടിനെ മികച്ചതാക്കാം അല്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ വഴികളിലേക്ക് എത്തിക്കാം, മികച്ചതാക്കാം എന്ന പരിശ്രമത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നമുക്കൊപ്പം ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അതിജീവനം എന്നത് കലയായി മാറുന്നത് നമുക്കറിയാം. ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യ സമരങ്ങളെ കുറിച്ച്, കേരളത്തിലെ കല്ലുമാല സമരത്തെ കുറിച്ച്, മാറുമറയ്ക്കൽ സമരത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും പാഠശാലകളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നടന്നതും ഒക്കെ നമ്മൾ പഠിക്കുമ്പോഴും അതേ കാലത്ത് പുറത്തു വന്ന കഥകളും കവിതകളും നാടകങ്ങളും ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിവിന്റെ പേരാണ് കല എന്നത്, സാഹിത്യം എന്നത്. കാരണം അത് വായിക്കുമ്പോഴാണ് അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ അനുഭവിച്ചിരുന്ന ത്യാഗോജ്വലമായ സമര പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലും. ആ തിരിച്ചറിവിൽ നിൽക്കുമ്പോഴാണ് നമുക്കും അതിജീവനം എന്നത് ഏറ്റവും മനോഹരമായി മാറുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു.
ഇത്തരത്തിൽ ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മുമ്പിൽ എത്തുന്ന ഈ അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്നത് ചരിത്രപരമായ വസ്തുതാപരമായ അറിവുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തിരിച്ചറിവായി മാറുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കൃത്യമായി തന്നെ ദൈവപുത്രനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് പെസഹ കടന്നു പോകുന്നത്. എങ്ങനെയൊക്കെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുന്നു എന്നും അത് പ്രതീകാത്മകമായ അദ്ദേഹത്തിന്റെ ജീവിത കാലയളവിനെ രസകരമായ ബിംബകൽപ്പനകളിലൂടെ അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് നഷ്ടം എന്ന കവിത. പിന്നിപ്പോയ കുപ്പായ നൂലുകൾ പോലെ ഓർമ്മപ്പെടുത്തലുകളുടെ നിസ്സംഗതകളായി അത് നമ്മിലെ വസന്തത്തെ കട്ടെടുക്കും, നമ്മുടെ ജീവിതം പോലെ എന്ന് പറയുന്നു. നഷ്ടം ഒരു രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെടലിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ തുള്ളൽ പാട്ട് എന്ന പേരിൽ ഒരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കവിത വായിക്കുമ്പോൾ ആദ്യം വിചാരിച്ചത് അത് തുള്ളൽ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുമെന്ന്. പക്ഷെ ഏറെ മനോഹരമായി ഹൃദയസ്പർശിയായ രീതിയിൽ ദൈവവും കലാപവും ജീവിതവും ഒക്കെ വരച്ചു വെച്ചിരിക്കുന്ന വരികളാണ് തുള്ളൽ പാട്ട് എന്ന കവിത. രാത്രിയുടെ തീവ്രതയിൽ കവിത ഇങ്ങനെയാണ്: രാത്രിയുടെ തീവ്രതയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ വെളിച്ചത്തെ സ്വപ്നം കാണുന്നു. ഇരുട്ടിനും വെളിച്ചത്തിനും ഇടയിലുള്ള ദൂരമറിയാതെ കുഴങ്ങുന്ന അയാളിലേക്ക് ആരോ ദൈവത്തെ വഴികാട്ടിയാക്കുന്നു. അതങ്ങനെ പോകുമ്പോൾ ദൈവം വഴികാട്ടിയൊക്കെ വരുന്നു എങ്കിലും ദൈവത്തിന്റെ പേരിൽ പൊട്ടുന്ന ബോംബിൽ നിഷ്കളങ്കനായ കുഞ്ഞുങ്ങൾ, അവിടെ ഒരു പോസാണ്. അവിടെ നിർത്തിയിട്ട് അദ്ദേഹം പറയുന്നു, ദൈവം ഒരു കലാപമായി ഉറഞ്ഞു തുള്ളുന്നു, ഉത്തരവില്ലാത്ത ജീവിതമായി എന്ന് പറയുന്നു. ഇന്ന് യുദ്ധക്കെടുതിയിൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണമായ അവസ്ഥയായി ഇന്ന് യുദ്ധം നമുക്ക് മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഭാരതം അതിന് ഒരു എക്സംഷൻ ആണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോഴും നമ്മളിലേക്കും യുദ്ധം കടന്നു വരുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാമൂഹിക അവസ്ഥയിൽ നമ്മളോട് ആൾക്കാർ പറയുന്ന അതിർത്തിയിൽ നടക്കുന്ന തൃശ്ശൂരമാണ് യുദ്ധം നമുക്ക് ഓരോരുത്തർക്കും എന്ന് പറയുന്നു. ചിലർ രാജ്യസ്നേഹത്തിന്റെ അളവ് പോലായി ഈ യുദ്ധത്തെ അടയാളപ്പെടുത്തുമ്പോൾ ഇവിടെ ദൈവത്തിന്റെ പേരിൽ, മതങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു രാജ്യത്തോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പെസഹായുടെ തന്നെ മറ്റൊരു വരിയാണ് ക്രിസ്താരോപണം എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നത്. വെട്ടിത്തുറക്കപ്പെട്ട 14 വഴികൾക്കും അപ്പുറം ഒരു വഴി കൂടിയുണ്ട് എന്ന് പറയുന്നു. കപടനാട്യക്കാരായ ജനതയുടെ വഴിയാണ് അതെന്ന് പുരോഹിതർ പറയുമ്പോൾ, ഈ പുസ്തകമാണെങ്കിൽ കറക്റ്റ് വായിക്കാൻ പറ്റുമായിരുന്നു, ചെറിയ ലൈസായതുകൊണ്ട് അവർക്കിടയിൽ കുരിശിൽ മരിക്കാനാകാതെ ഞാൻ ഈ കൊടും ചൂടിൽ വെന്തു നീറുന്നു എന്ന് കവി പറയുന്നുണ്ട്. അതായത് ഈ 14 വഴികൾക്കും അപ്പുറം, പുരോഹിതന്മാർ കാണിച്ചു തരുന്ന വഴികൾക്കും അപ്പുറം മനുഷ്യർക്കായി ഒരു വഴി തുറക്കേണ്ടതുണ്ട് എന്ന്, ആ തുറവിയിലാണ് മനുഷ്യൻ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ശബ്ദം ഉയർത്തേണ്ടത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത് കോവിഡ് കാലത്ത് നമ്മൾ എല്ലാവരും അനുഭവിച്ചതാണ്. നിരവധിയായ വിവർത്തക പുസ്തകങ്ങളിലൂടെ പ്ലേഗിനെ കുറിച്ചും അടച്ചിടൽ കാലത്തെ കുറിച്ചും ക്വാറന്റൈനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാം, വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അനുഭവിച്ചപ്പോഴാണ് അതിന്റെ തീവ്രത എത്രത്തോളമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആ തീവ്രതയിൽ നിന്നുകൊണ്ട് കവി പറയുന്നുണ്ട്, ബംഗാളി എഴുത്തുകാരിയായ അമൃത പ്രീതം പറയുന്നുണ്ട്, കോവിഡ് കാലത്ത് ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും മനോഹരമായി പ്രതീക്ഷയിലേക്ക് കൊണ്ടുവന്ന 2 വരികളാണ്. അവർ പറയുന്നത്, ഒരു കീറ് ചന്ദ്രനും കുറേ നക്ഷത്രങ്ങളുമാണ് അന്ധകാരഭരിതമായ ഒരു രാത്രിയെ പ്രകാശപൂരിതമാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ന് സൂര്യനിലേക്ക് അല്ലെങ്കിൽ പകലിലേക്ക് പുറത്തിറങ്ങാനാകുമെന്നറിയാതെ പകച്ചുപോയ മനുഷ്യ മനസ്സുകളെ ഒരു കവി തന്റെ 2 വരി കവിതയിലൂടെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു എന്ന് ഈ വരികൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കവിതയിലൂടെ മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറക്കുന്നു. ആ തുറവികൾ മാനവികതയുടെ വലിയ ആകാശത്തിലേക്ക് പ്രതീക്ഷാ നിർഭരമായി തുറന്നു വയ്ക്കപ്പെടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് തന്നെയാണ് ഓരോ കവിയെയും നിരവധിയായ പ്രതിസന്ധി ഘട്ടങ്ങളിലും എഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ മരക്കൊമ്പിൽ വളരെ നിസ്സാരമായി നമുക്ക് തോന്നാവുന്ന ഒരു കവിതയാണ്. മരക്കൊമ്പിൽ ഒരു കിളി ജീവിതത്തോട് സംസാരിക്കുന്നു. കാലം ഇട്ടേച്ചു പോയ മരക്കാഴ്ചകളിലെ നിർവികാരതകളിലേക്ക് നോക്കി ചിലയ്ക്കുന്നു. ഭൂമിയുടെ നിലവിളി
കിളിയിൽ നൊമ്പരം നിറയ്ക്കുന്നു. ഇതൊന്നും അറിയാതെ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതൊന്നും അറിയാതെ ഒരാൾ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് കവിത പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ എന്തൊക്കെയാണ് നമുക്ക് ചുറ്റിലും നടക്കുന്നത് എന്ന് ഒരാളെങ്കിലും തിരിച്ചറിവോടെ കണ്ടുവെക്കുന്നുവെങ്കിൽ, നമ്മൾ ഒരാളെങ്കിലും ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കണ്ടെത്താൻ സഹായിക്കുന്നു എങ്കിൽ അവിടെ കൃത്യമായി തന്നെ നമുക്ക് പറയാനുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ്, മാനവികതയെക്കുറിച്ചാണ്, ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് OMV പാടിയത്, തപിച്ചു നീരാവിയായി വെണ്ണിലേക്ക് ഉയരേണ്ട തറയിൽ ഒരു തരി മണ്ണിന് നനവേകാമെന്ന് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരുപാട് കവികൾ നമുക്ക് ചുറ്റിലും വലിയ പ്രശസ്തരായും ഒക്കെ നിൽക്കുമ്പോഴും ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ, ആ പ്രശസ്തിയുടെ ഗന്ധഗോപുരത്തിൽ നിൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സാധാരണക്കാരായ തൊഴിലാളി വർഗത്തോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തറയിൽ ഒരു തരി മണ്ണിന് നനവേകാമെന്ന് അദ്ദേഹം പറയുമ്പോൾ ആ കവിതയാണ് നമ്മളെയൊക്കെ ഇത്തരത്തിൽ പ്രചോദിപ്പിക്കുന്നത്. ഒരാളെങ്കിലും അന്ന് പ്രണയം പറയാൻ ഉണ്ടാകുമെന്ന് നമുക്ക് തിരിച്ചറിയാനാകണം. ആ തിരിച്ചറിവിന്റെ പേരാണ് കവിത. അതാണ് നമ്മുടെ വായനയെ ഏറ്റവും പ്രചോദിപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു കവിത വായിച്ചപ്പോൾ ഏറെ സന്തോഷം തോന്നി. അമ്മ എന്ന കവിത. നമുക്കറിയാം, എല്ലാവരും സ്നേഹത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച്, ക്ഷമയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രകൃതിയെ കൂട്ടുപിടിച്ചിട്ട് അമ്മ പ്രകൃതിയാണ് എന്ന് പറയും, അല്ലേ? പക്ഷെ ഇത് യാതൊരു കാര്യങ്ങളും പറയാതെ എങ്ങനെ പ്രകൃതിയിലേക്ക് എത്തിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അമ്മ എന്ന കവിത. മക്കൾക്കായി ഉറങ്ങാതിരിക്കാൻ കഴിയുന്നതും ഉറക്കത്തിൽ ഉണർന്നിരിക്കാൻ കഴിയുന്നതും അമ്മയ്ക്കെന്ന് അവൾ ധീരതയുടെ ഉറവിടമെന്ന് എന്നോട് പറഞ്ഞത് കാട്ടാറുകളുടെ മർമ്മരമാണ്. ശരിയാ, ഓക്കെ, പ്രകൃതി, നമ്മളപ്പോ അങ്ങനെ അതൊരു കവിത എന്ന രീതിയിൽ അതിലേക്ക് എത്തിച്ചേരുന്നു. പക്ഷെ കാട്ടാറുകൾ ജീവനാകുന്നത്, കാട് നിറവാകുന്നത്, നിറവിൽ ജീവൻ ഒഴുകുന്നത് അമ്മ എന്ന പൂർണ്ണതയിലാണ്, ഭൂമിയുടെ പുണ്യത്തിലാണ്. അവിടെ എത്തുമ്പോൾ ഈ പറഞ്ഞു വന്ന ബിംബങ്ങളെല്ലാം ഒറ്റയടിക്ക് ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന സ്വത്വബോധത്തിലേക്ക് കവി ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് കാണാനാണ്. അപ്പൊ അത്തരത്തിൽ നീ തന്നെ ശക്തി, നീ തന്നെ പ്രകൃതി, നീ തന്നെ അമ്മ, അല്ലെങ്കിൽ നീ തന്നെ ജീവൻ എന്ന് പറയുന്ന തരത്തിൽ ജീവിതത്തെ, പ്രകൃതിയെ, പരിസ്ഥിതിയെ, അമ്മയെ ഒക്കെ കൃത്യമായി തന്നെ അളന്നു മുറിച്ചുകൊണ്ട് ഒരു എഴുത്തുകാരൻ തന്റെ കവിതയിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് കാണാനാകുന്നുണ്ട്. അതുപോലെ അടിക്കുറിപ്പ് എന്ന കവിത, ഞാനിങ്ങനെ എല്ലാ കവിതകളും പറഞ്ഞു പോയി കഴിയുമ്പോൾ അത് വേറെ എനിക്കറിയാം, എങ്കിലും ഞാനത് പറഞ്ഞുള്ളൂ. അവളുടെ നെഞ്ചിൽ നിന്ന് ഞാനൊരു പൂവ് ഇറക്കുന്നു, പ്രണയഗന്ധമുള്ള പൂവ് എന്ന് അടിക്കുറിപ്പ് എന്ന കവിതയിൽ അദ്ദേഹം പ്രണയം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നല്ല രസമായിട്ട് തോന്നും നമുക്ക് ആ കവിത വായിക്കുമ്പോൾ. അതില് ഈ പറയുന്ന ഒരു ട്വിസ്റ്റ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത്, ഞാൻ പറിച്ചെടുത്ത പൂവുമായി അവൻ അവളുടെ ഹൃദയത്തിൽ ചേർന്ന് നിൽക്കുന്നു, അരികിൽ ഒരു ഉത്തരക്കമ്പിൽ എന്റെ മരണം ഞെട്ടി നിൽക്കുന്നു. അവിടെ എത്തുമ്പോൾ ഇങ്ങനെയാണ് കാലം പ്രണയം എഴുതുന്നതെന്ന് ഒരു അടിക്കുറിപ്പ് എഴുതുന്നു. അവിടെയൊക്കെയാണ് നമുക്ക് എഴുത്തുകാർ എന്ന് പറയുമ്പോൾ കവി എങ്ങനെ തൻ്റെ എഴുത്തിൽ ഒരു വ്യത്യസ്തത കൊണ്ടുവരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പ്രണയത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറയാറുണ്ട്, പ്രണയഭംഗത്തെക്കുറിച്ചും പ്രണയ നൈരാശ്യത്തെക്കുറിച്ചും വിരഹത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ വ്യത്യസ്തമായി എഴുതാനാവുക എന്നതാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഈ ധ്രുവദ് ഗൗതമിനെ തന്നെ വേണമെങ്കിൽ നമുക്കൊന്ന് ഉദാഹരണമായിട്ട് എടുക്കാം. അദ്ദേഹം കോളേജ് ടൈമിൽ എഴുതിയിട്ടുള്ളൂ, ഇപ്പൊ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. കോളേജ് ടൈമിൽ +2 സമയത്തൊക്കെ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. സൂര്യൻ കടൽ ചട്ടിയിൽ മുളകരച്ചരച്ച് കുടംപുളിയിട്ട് വറ്റിച്ച മീൻകറിയാണ് സന്ധ്യ. നിലാവിന്റെ വെളിച്ചെണ്ണ ഇട്ടിച്ച് ചൂടോടെ അത് അടച്ചു വെക്കുന്നു രാത്രി. നമ്മളെല്ലാവരും എഴുതിയിട്ടുണ്ട് സന്ധ്യയെ കുറിച്ച്, അല്ലെ? രാത്രിയെ കുറിച്ച് വളരെ മനോഹരമായ സായം സന്ധ്യ, മഴയിൽ മുങ്ങി നിൽക്കുന്നതിനൊക്കെ നമ്മൾ വർണ്ണിക്കുകയും എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. ഒരു മീൻകറിയോട് സന്ധ്യയെ ഉപയോഗിക്കുന്ന തരത്തിൽ ഇത്ര മനോഹരമായി അതിൽ കവിത തുളുമ്പുന്ന വരികൾ എഴുതി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിടത്താണ്
ആ വ്യത്യസ്തത വരുന്നത്. അതേ വ്യത്യസ്തത തന്നെയാണ് ഇവിടെ അടിക്കുറിപ്പ് എന്ന കവിതയിലും അമ്മ എന്ന കവിതയിലും പ്രണയത്തിലൂടെ നമുക്ക് തിരിച്ചു കാണാനാകുന്നത്. ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ച ചർദിൽ എന്ന കവിത വരുന്നുണ്ട്. മറ്റൊന്നിനും കർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർഗ്ഗത്തിൽ ആശങ്ക ഉത്പ്രേക്ഷാക്കി അലങ്കൃതി നമുക്കറിയാം, നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ഫാന്റസിയുടെ സ്വത്വബോധത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം 3 കാര്യങ്ങളിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. രാധിക എന്ന പെൺകുട്ടി അവൾ തിന്നാൻ ആഗ്രഹിക്കുന്ന മീൻ, വറുത്ത മീൻ, അത് കഴിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിന് ചുറ്റും നടക്കുന്ന പൂച്ച. ഇത് 3 പേരും ഈ പറയുന്നത് പോലെ ഒരു എന്താ പറയുന്നത്, ഈ മൈൻഡ് സ്വാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ, ബോഡി സ്വാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ പരകായ പ്രവേശത്തിലൂടെ അവര് ഈ 3 ബിംബങ്ങളും ഒരേ ദിശയിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണാം. അതായത് പൂച്ചയാര്, പൂച്ചയാര്, മീൻ എന്താണ്, രാധിക ആര് എന്ന് തിരിച്ചറിയാത്ത തരത്തിൽ അദ്ദേഹം വ്യക്തമായി തന്നെ ഈ കവിതയിൽ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ വർത്തമാനകാല ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. ജനാധിപത്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഘോര പ്രസംഗിക്കുന്നു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്തു വെക്കുകയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് എന്ന് കൃത്യമായി തന്നെ പറഞ്ഞുകൊണ്ടാണ് ആ കവിത അവസാനിക്കുന്നത്. ഒപ്പം വൈരുദ്ധ്യാത്മകത എന്ന കവിതയിൽ അദ്ദേഹം പറയുന്നു, തോക്കുകൾക്ക് ചോരയുടെ മണമായിരുന്നു, പടക്കോപ്പുകൾക്ക് വെന്ത ഇറച്ചിയുടെ ഗന്ധം, കുന്നുകൾ ഒലിച്ചു പോയിരിക്കുന്നു. ഒരുപക്ഷെ ദുസ്സഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയുടെ ജീവിതത്തിന്റെ വെപ്രാളത്തെ അല്ലെങ്കിൽ ആ ഒരു പാരവശ്യത്തെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, തോക്കുകളാണ് കഥ പറയുന്നത്, മനുഷ്യരില്ല അവിടെ, ഗ്രനേഡുകൾ തൂക്കുന്ന കാലം എന്നൊക്കെ പറയുന്ന യുദ്ധവതിയുടെ സാമ്രാജ്യത്വ ഭീകരതയുടെ ഏറ്റവും ആസുരമായ കാലത്ത് നിന്നുകൊണ്ട് കവി നമ്മളോട് പറയുന്നു, തോക്കുകൾക്ക് ചോരയുടെ മണമായിരുന്നു എന്ന് നമ്മളോട് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ കവിതകളിലൂടെ കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്നിന്റെ നേർച്ച ചിത്രമായ കാഴ്ചകൾ പറഞ്ഞുകൊണ്ട് 41 കവിതകളുമായി കവി വളരെ നിശബ്ദനായി നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ പ്രതിഷേധത്തിന്റെ സ്വരങ്ങളും പ്രതികരണവും ഒക്കെ തന്റെ എഴുത്തിലൂടെയാണ് ലോകത്തെ അറിയിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഈ വായനയിൽ നിന്ന് ഗണിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം തനിക്ക് പറയാനുള്ളതാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഏറ്റവും നന്നായി അദ്ദേഹം പറയുന്ന മറ്റൊരു കവിത കൂടിയുണ്ട്. ഈ വർത്തമാനകാല ഇന്ത്യയിലെ മനുഷ്യന്റെ ജീവിതം പറയുന്ന വരികളിൽ നിന്ന് തന്നെ എടുത്തു പറയാവുന്ന ഭൂപടം എന്ന കവിത. ഇവിടെ തെരുവുകളിൽ പട്ടികൾ വ്യാപകമാണ്, മനുഷ്യ ജീവിതത്തെ പലപ്പോഴായി അത് കടിച്ചു ചീന്തുന്നു, ഒരിസത്തിനും വേണ്ടാത്ത വിധം ചിതറി വീഴുന്ന ചോര ആർത്തിയോടെ നക്കി കുടിക്കുന്നു. അടുത്ത വരിയിലാണ്, ഒരുപക്ഷെ ഒരു കവിത പുസ്തകത്തിലെ എല്ലാ വരികളിലും കവിത ഉണ്ടാവില്ല എന്ന് പറയും. അത് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണടഞ്ഞു പോയ നിലാവിനെ നോക്കി ഞാനിനി എങ്ങനെയാണ് മാതൃരാജ്യത്തിന്റെ ഭൂപടം വരയ്ക്കേണ്ടത് എന്ന് എന്റെ മകൾ വിളിച്ചു ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് ഉറക്കെ നമ്മൾ ഓരോരുത്തരും ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു എന്ന് ശബ്ദമുയർത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് എന്ന് ഈ കവിതാ പുസ്തകം നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏറെ വ്യത്യസ്തമായ വിഷയങ്ങളുമായി ഇനിയും സംസാരിക്കാൻ ആളുള്ളത് കൊണ്ടാണ് ഞാനിതൊന്ന് അവസാനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇനി നിരവധിയായ കാര്യങ്ങൾ ഈ കവിതാ പുസ്തകവുമായി നമുക്ക് പറയാനാകും. ഏറെ വ്യത്യസ്തമായ വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരു കവി ജനാധിപത്യവും ഫാസിസവും ഇറച്ചിക്കോഴികളും എന്ന പേരിൽ ഒരു കവിതാ പുസ്തകവുമായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. ഈ കവിതകൾ നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഈ മഴയത്ത് എൻ്റെ മകനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന ചോദ്യം ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിൽ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന കാലത്ത് നിന്നും നമ്മൾ ഏറെ സഞ്ചരിച്ചു കഴിഞ്ഞു എങ്കിലും ആ ചോദ്യം സമൂഹ മനസാക്ഷിയിൽ നിരവധിയായ രീതിയിൽ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇനി നമ്മളിൽ ഒരാളിന്റെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിന്നിടണം എന്ന തരത്തിലാണ് നവഫാസിസത്തിന്റെ കടന്നുകയറ്റം കേരളത്തിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം സാക്ഷരതയിലും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലും ഒക്കെ
ഏറ്റവും മുൻപന്തിയിലാണ് എന്ന് ഊറ്റം കൊള്ളുന്ന കേരളത്തിന്റെ മനസ്സിലാണ് അന്ധവിശ്വാസവും അനാചാരങ്ങളും ഒക്കെ ഇന്നും കൊടികുത്തി വാഴുന്നത് എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ വായനകളിലും എഴുത്തിലുമൊക്കെ ഇത്തരത്തിൽ കൃത്യമായ രീതിയിൽ നമ്മുടെ നിലപാട് പറയുന്ന, രാഷ്ട്രീയം പങ്കുവെക്കുന്ന രചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് കാലം ഓരോ എഴുത്തുകാരനോടും ആവശ്യപ്പെടുന്നുണ്ട് എന്ന് കൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. കാരണം ഇത് കാലം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഒരിക്കൽ കൂടി എഴുത്തുകാരന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച വിഭജിത സാഹിത്യവേദിയുടെ അംഗങ്ങൾക്കും യൂണിയൻ ലൈബ്രറിയുടെ ഭാരവാഹികൾക്കും എല്ലാം നന്ദി അറിയിക്കുന്നു.